അതിദുഷ്കരനാകിയൊരു കാളിയൻ പ്രിയ ഭർത്താവ് ഇവനെ നീ വിശ്വംഭര പരിവിശ്രമിപ്പിച്ചത് നിശ്ചയമോർക്കിൽ അയോഗ്യമല്ല ഒട്ടുമേ. ദർപ്പമൊഴിച്ച് തനിക്കുള്ളവരെ രക്ഷിപ്പത് നിന്നുടെ ശീലം എന്നാകയാൽ ശില്പമായിപ്പോൾ അനുഗ്രഹിച്ചിടുവാൻ അല്പം വികല്പമുണ്ടാകരുത്. ഏതുമേ മുക്കണ്ണരും പരമേഷ്ടിയും ഇന്ദ്രനും ഭക്തി കൊണ്ടുള്ളം തെളിഞ്ഞ മുനികളും ലക്ഷ്മി ഭഗവതിദാനും വൃതങ്ങളും ലക്ഷണമാർന്ന വേദാന്താംഗ വിദ്യയും നിത്യം അന്വേഷിച്ചു കാണാതിരിക്കുന്ന സത്യസ്വരൂപനാം തച്ചരണദ്വയം മത്സരാദി പ്രദോഷം കലർന്നോരിവൻ മസ്തകത്തിങ്കൽ വിളങ്ങുമാറായല്ലോ. ഇപ്പോൾ ഇതിന്മീതെ മറ്റെന്തിനിയൊന്ന് പത്മാലയാപതേ വേണ്ടത്. ദൈവമേ കൃഷ്ണ കൃഷ്ണ പ്രഭു പാഹി നമോസ്തുതേ. വിഷ്ണു മുകുന്ദ മുരാരേ നമോസ്തുതേ. സത്വരജസ്തമോ ഭേദരൂപാത്മനെ ശക്തിയുക്ത പ്രഭോ നിത്യം നമോസ്തുതേ. സർവസത്വാന്തർഗതായ നമോ നമഃ. സർവഭൂതാകൃതേ നാദാ നമോസ്തുതേ. സർവാത്മകാരണഭൂതായ തേ നമഃ. സർവബീജാംകുരായ പ്രണവാത്മനെ സർവാദിമധ്യാവസാനായ തേ നമഃ. സർവാന്തര്യാമ്യ ഭിന്നാത്മനെ തേ നമഃ. സർവപൂർണസ്വരൂപാത്മനെ തേ നമഃ. സർവഭൂതോദയ ഹേതവേ തേ നമഃ. സർവജഗത്പരിപാലനാത്തേ നമഃ. സർവസ്മൈ സനാതനാത്തേ നമഃ. സർവപൂർണസ്വരൂപാത്മനേ തേ നമഃ. സർവകാലാവകാശായ നമോ നമഃ. സർവാത്മാ സന്നിധി സംസ്ഥിതായ പ്രഭോ സർവദൂരസ്ഥ സർവസ്മൈ നമോ നമഃ. നാരായണ നരകാരേ നരാധിപ നാരദാദി പ്രമുഖാരാധിതാംഗ്രയേ കാരുണ്യവാരിതേ കാമദാന പ്രഭോ നീരദവർണ നിരാകുല ദൈവമേ ഗോവിന്ദ ഗോപാല വംശാധിപാത്മജ ദേവേന്ദ്ര സോദര ദേവ യദുപതി ദേവകീശൂണു വസുദേവനന്ദന ദേവദേവ പ്രഭോ പാഹിനോപ്യന്വഹം. നിന്മഹാമായ വിലാസ മഹിമകൾ അംബുജനേത്ര പാർത്താൽ ഒരു കാലവും ചിന്മയ രൂപ ചിന്തിച്ചു കണ്ടോളം ഇങ്ങുന്മേഷമോടറിയാവതല്ലാർക്കുമേ. ജംഗമജാതികളൊക്കെയും മംഗലദേവതാവല്ലഭനാം തവ നന്ദനജാതങ്ങളാകുന്നത് ജഗന്നന്ദിനിയാകുന്നതുമായ ഭഗവതി തന്നുടെ മാനസാനന്ദകരനായ നിന്നുടെ സന്നിധവും നിന്ന് അവൾ അന്വകം നിർമ്മിച്ചു നിൽക്കുന്ന വിശ്വം ജഗൽ പ്രതിബിംബിതനായ അതിൽ മൂന്നു വിധം ഭവാൻ ചിന്മയാ സൽപ്രഭാവത്വം കലർന്നോരോ ജന്മിനാം അന്തർഗതാത്മരൂപങ്ങളിൽ കർമ്മണാം ആധാരരൂപഭേദേന സുദ്യുന്മിഷൻ മാർഗഗമ്യാശിയാ തന്റെ മഹിന്ന പ്രഭാവായ ശാന്തമായി നിർമ്മലമായൊന്ന് പിന്നേതാ ശാന്തവും മന്മതമാർന്നു മൂഢത്വമാർന്നും പുനരിമൂന്നിലും പ്രശാന്തോന്മിഷാത്മാക്കളിൽ സന്മയനായ നീ നിർമ്മലാനന്ദവീ ബിംബപ്രതിമയാ നിന്നുണർവീടരും തൊന്മഹിമാനം അശാന്തങ്ങളിൽ പ്രതികൽമഷാർദ്ദേന തമസംവൃതങ്ങളായി വന്നുകൂടുന്നത് അന്യേ വിജടങ്ങളിൽ പിന്നെ ജഡാത്മകത്വം കലർന്നും സദാ നിന്നതിൽ മുന്നേത് അതിപ്രിയന്താവകമെന്നത് കാരണമായി അശാന്തങ്ങളാം തപ്തിപരീതങ്ങളായി വരുമപ്പോഴേ ശത്രുത്വവും തമ്മിലുണ്ടായി വരുമല്ലോ. അപ്പോൾ ഗുണദ്വേഷികളെ പ്രഹരിച്ച് സൽപുമാന്മാരെയും ധർമ്മമര്യാദയും രക്ഷിച്ച് മേന്മേൽ വളർത്തു നടത്തുക. ഇക്ഷിതിങ്കൽ നീ അന്നു ഓരോ വിധം വർത്തമാന പ്രഭേദത്താൽ അവതരിച്ച് ഉത്തമപുരുഷനാം ഭവാനുഗ്രഹം നിഗ്രഹാനുഗ്രഹം ചെയ്തരുളായി മറ്റി പ്രജകൾക്ക് ഒരാധാരമെന്ത്